ഒരു ആശുപത്രി വാസക്കാലം. ഞാൻ കിടക്കുന്ന ബെഡിൻ്റെ എതിർവശം 55 വയസ്സ് തോന്നിക്കുന്ന ഒരു പിതാവ്. അദ്ദേഹത്തിന് എനിക്കുള്ളതുപോലെ ഡെങ്കിപ്പനിയാണ്. അതിനാൽ ഞങ്ങൾ രണ്ടുപേരും ഓരോ മുറിയിലാണ് കിടന്നിരുന്നതും. ശരിക്കും പറഞ്ഞാൽ മഞ്ഞപ്പിത്തം ബാധിച്ച മകനെ ശുശ്രൂഷിക്കുവാൻ വന്നതായിരുന്നു ഈ പിതാവ്. മകൻ വേറൊരു വാർഡിലാണ്. അദ്ദേഹത്തിന് രോഗം കലശലായപ്പോൾ തെല്ലുഭേദമായ മകൻ വന്ന് ശുശ്രൂഷിക്കും. ഞങ്ങൾ സഹായിക്കുന്നുണ്ട് എങ്കിലും ഇടയ്ക്കുള്ള മകൻ്റെ സാന്നിധ്യം ആ പിതാവിന് വലിയ ആശ്വാസം നൽകിയിരുന്നു. അവൻ ക്ഷീണിതനെങ്കിലും അയാൾ അവനെ തിരികെ അവൻ്റെ ബെഡിലേക്ക് വിടാതെ കൈകൾ മുറുകെ പിടിച്ചിരുന്നു. ഒടുവിൽ സഹികെട്ട് ആ മകൻ ഞങ്ങളെ നോക്കി പറഞ്ഞു, "ഇത്ര വലിയ സ്നേഹം വീട്ടിൽ ഞാൻ അനുഭവിച്ചിട്ടില്ല." ആ പിതാവ് എപ്പോഴോ ഉറങ്ങി. അവൻ തിരികെ പോയി. അയാൾക്ക് അമ്മയും ഭിന്നശേഷിക്കാരിയായ ഒരു സഹോദരിയും മാത്രം. വേറെ ആരും ശുശ്രൂഷിക്കാൻ വരാനില്ല. പിറ്റേന്ന് അല്പം ആരോഗ്യം വീണ്ടെടുത്ത ആ പിതാവ് ഇന്നലെ നടന്ന കാര്യങ്ങൾ മറന്നു. ജോലിക്കാരനായ തൻ്റെ മകൻ കുടുംബത്തെ കാര്യങ്ങൾ നോക്കുന്നില്ല എന്നും കിട്ടുന്ന പൈസയും ബാക്കി സമയവും കൂട്ടുകാരോടുകൂടെ അടിച്ചു പൊളിച്ച് കറങ്ങി നടക്കുകയാണെന്നും വീട്ടിലെ ബുദ്ധിമുട്ടുകൾ ഞാൻ തന്നെ നോക്കണം എന്നും പരാതികൾ പറഞ്ഞു. മകൻ നേരെ തിരിച്ചും. തനിക്ക് വേണ്ട സ്നേഹവും പരിഗണനയും കുടുംബത്തിൽ കിട്ടുന്നില്ല എന്നും അതുകൊണ്ടാണ് ഞാനിങ്ങനെ പുറത്തു പോകുന്നതെന്നും പരസ്പരം മനസ്സിലാക്കാൻ കഴിയാത്ത അപ്പനും മകനും. അപ്പൻ്റെ അടുത്ത് നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന മകൻ, മകൻ്റെ അടുത്ത് കിട്ടാൻ കൊതിക്കുന്ന അപ്പൻ. തിരക്ക് പിടിച്ച ജീവിതത്തിൽ ഈ ആശുപത്രിവാസം അവർ പരസ്പരം മനസ്സിലാക്കാനുള്ള വേദിയാകട്ടെ. ഞങ്ങൾ ആദ്യമേ ആശുപത്രി വിട്ടു. ആ പിതാവ് അവിടെ ഒറ്റയ്ക്കായി. മകൻ പുറത്തു പോയിരിക്കുകയായിരുന്നു. അവൻ തിരികെ വരുന്നതുവരെ ഞങ്ങൾ അവിടെ തുടർന്നു. അവൻ ഒരപ്പനാകുമ്പോഴേ ഒരപ്പൻ്റെ വേദന അവന് മനസ്സിലാകൂ. വചനം ഇങ്ങനെ പറയുന്നു, "ലോകത്തെയോ ലോകവസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത്. ആരെങ്കിലും ലോകത്തെ സ്നേഹിച്ചാൽ പിതാവിൻ്റെ സ്നേഹം അവനിൽ ഉണ്ടായിരിക്കുകയില്ല." പ്രിയ യുവജനങ്ങളെ, ഈ ലോകത്തിൻ്റെ മായകളിൽ പലതും മറക്കുന്ന നിങ്ങൾക്ക് മാതാപിതാക്കന്മാരോടുകൂടെ ആയിരിക്കുവാനും ദൈവിക ചിന്തയിൽ ജീവിക്കാനും ഒന്ന് ശ്രമിച്ചുകൂടെ?